അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അറിവിൻ്റെ ഉറവയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം കാണാം. ഹുനൈൻ യുദ്ധവേളയിൽ യുദ്ധത്തിന് വേണ്ടി എല്ലാവരെയും തയ്യാറാക്കി നിൽക്കുന്ന തിരക്കു പിടിച്ച സമയം ഒരാൾ നല്ല കട്ടിയുള്ള ഷൂ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ കട്ടിയുള്ള നല്ലൊരു പാതുകം അണിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അറിയാതെ ചവിട്ടിപ്പോയി. ഉടനെ ആ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അദ്ദേഹത്തെ തള്ളി പിറകോട്ട് മാറ്റി. സംഭവം കഴിഞ്ഞു. അന്ന് രാത്രി അദ്ദേഹം തിരിച്ചുപോയി. മനസ്സിൽ വല്ലാത്ത വേദനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ വേദനിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന വ്യഥ. അങ്ങനെ നേരം പുലർന്ന് അദ്ദേഹം പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരാൾ വന്ന് നിൽക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് ഇയാളുടെ കൂടെ ഈ വ്യക്തി പോവുകയാണ്. ചെന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങൾ ചെരുപ്പിട്ടെന്നെ ചവിട്ടിയപ്പോൾ എനിക്ക് വേദനിച്ചു. പക്ഷേ ഞാൻ ഒരു കുന്തം കൊണ്ട് നിങ്ങളെ തള്ളിയപ്പോൾ നിങ്ങൾക്കും വേദനയുമായിട്ടുണ്ടാകുമല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ 80 ആടുകളെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്, കൊണ്ടുപോയി കൊള്ളുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്. കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദനയായതിലല്ല പ്രയാസം. അതേ സമയത്ത് മറ്റൊരാളെ കുന്തം കൊണ്ട് നീക്കിയപ്പോൾ അദ്ദേഹത്തിന് മനപ്രയാസം വന്നിട്ടുണ്ടാകുമോ എന്ന വ്യഥയിൽ നിന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സമ്മാനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ ജീവിതത്തിൽ വലിയ മാതൃകയുണ്ട്. അങ്ങനെയുള്ള മാതൃകാ ജീവിതം നയിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.